ഹലോ ഗായ്സ്, എല്ലാവർക്കും സൂരജ് ഹെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൂരജ് ഹെയർ ടിപ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂരജ് ഹെയർ ടിപ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് തുടങ്ങിയത് ഡേ 23 ആണ്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ വേറെ കൂടുതലായിട്ടൊന്നും ചെയ്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു ഒരു 7 ദിവസം ഞാൻ ഒരു ഓയിലിങ്ങും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ടാബ്ലറ്റും കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നെനിക്ക് തോന്നി, ഇപ്പം എല്ലാ ദിവസവും ഓയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ മുടി ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുരുണ്ട് വരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് മുടി ഒന്ന് സ്മൂത്ത് ആക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഇന്ന് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഹെയർ ഗ്രോത്തിന് അടിപൊളിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകേണ്ട. അപ്പോൾ ഈ ഒരു സംഭവത്തിന് നമുക്ക് ഒരേ ഒരു ഐറ്റം മാത്രം മതി. പക്ഷേ അതിന് മുമ്പ് ചെയ്യുന്ന ഒരു കാര്യത്തിന് വേറൊരു ഐറ്റം കൂടെ വേണം. അപ്പോൾ ആക്ച്വലി ഇതിന് 2 ഐറ്റം, ഇന്നത്തെ ടിപ്സ് ചെയ്യാനായിട്ട് 2 ഐറ്റമാണ് വേണ്ടത്. അത് ഒന്ന് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ സബോള, 2 നമ്മൾ അതിന് മുമ്പ് തലയിൽ തേക്കുന്ന എണ്ണ. ഇന്ന് ഞാനിവിടെ തേക്കുന്ന എണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആൽമണ്ട് ഓയിലാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഒലിവ് ഓയിൽ തൂക്കാം, അല്ലെങ്കിൽ സാധാരണ കോക്കനട്ട് ഓയിൽ തൂക്കാം, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തന്നെ എണ്ണ ഉപയോഗിക്കാം. ഞാൻ ഇന്ന് ഇതാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബോളയ്ക്ക് ഒരു സ്മെല്ലുണ്ട്. അപ്പോൾ ആ ഒരു സ്മെല്ലിനെ ഒന്ന് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സബോളയ്ക്ക് ഒരു സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സബോളയുടെ ആ ഒരു സ്മെല്ല് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കഴിഞ്ഞിട്ടും തലയിൽ ഷാമ്പൂ ഇടുന്നുണ്ട്, അതുപോലെ തന്നെ കണ്ടീഷണറും ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലോട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷനിൽ നമ്മൾ ഈ ഒരു സബോള ആദ്യം ചെറിയ പീസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ഇവിടെ നമ്മുടെ മിക്സിക്കകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അത് വെള്ളം ഒഴിക്കാതെ വേണം നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുത്ത ശേഷം നമ്മൾ അതൊരു അരിപ്പയോ അല്ലെങ്കിൽ ഒരു തുണിയോ വെച്ചിട്ട് നമ്മളതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അരിച്ചെടുക്കാം. ഇത് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കാതെ ഇങ്ങനെ അരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലത്തെ ഒരു അരിപ്പയ്ക്കകത്തോട്ട് അരിച്ചെടുക്കാൻ പോവാണ്. ഒരു അരിപ്പ് തുണിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഇങ്ങനെ ഞെക്കി ഇതിൻ്റെ അകത്ത് നിന്ന് ജ്യൂസ് ഫുള്ള് എടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ സബോളയുടെ നീര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്. അതുപോലെ വേണം നമ്മൾ എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ സബോളയുടെ നീരിൻ്റെ അകത്ത് ഒരുപാട് സൾഫർ കണ്ടൻറ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെയും അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഒക്കെ പോകാനും ഈ ഒരു സംഭവം സഹായിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇത് തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാനിവിടെ എടുക്കുന്നത് ആൽമണ്ട് ഓയിലാണ്. കാരണം ഇതിൻ്റെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, ഇതിൻ്റെ സ്മെല്ല് ഒന്ന് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് എണ്ണ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇപ്പം തലയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നമ്മൾ വെച്ചാൽ മതി. അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ടൊരു ഷാമ്പു ഉപയോഗിക്കുക. എന്നിട്ട് മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് ഒരു ഷാമ്പു ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും കണ്ടീഷണർ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഇത് തേക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മസാജ് ചെയ്യണം. നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കണം. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിന്, അതുപോലെ തന്നെ നമ്മുടെ തലയിലുള്ള ഡാൻഡ്രഫ് ഒക്കെ പോകാനായിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. നമുക്കറിയാം, ഈ ഓണിയൻ നമ്മൾ ഒരുപാട് യൂട്യൂബ് ചാനലിലാണെങ്കിലും ഒരുപാട് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ അറിയാം, നമുക്ക് ഈ സബോള എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം മറക്കാതെ നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്യുക. നമ്മുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് കൂട്ടാനായിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ താഴത്ത് ഞാൻ ലിങ്ക് ഇട്ടേക്കാം. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്ക്.